ഹായ് മക്കളെ, എല്ലാവർക്കും ലീഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് മലയാളം കേരള പാഠാവലിയുമായിട്ടാണ്. കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റായ കാലാതീതം കാവ്യവിസ്മയം എന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ലക്ഷ്മണ സ്വാന്തനം എന്ന പാഠഭാഗം നമുക്കൊന്ന് ചർച്ച ചെയ്താലോ ഇന്ന്. അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ലക്ഷ്മണ സ്വാന്തനം അല്ലേ? യൂണിറ്റിൻ്റെ പേര് കാലാതീതം കാവ്യവിസ്മയം. എന്തുകൊണ്ടായിരിക്കും? കാലത്തെ അതിജീവിച്ച് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഇന്നും നിലനിൽക്കുന്ന ഒട്ടനവധി മഹത്തായ ഗ്രന്ഥങ്ങളുണ്ടല്ലേ. അത്തരത്തിലുള്ള ചില ഗ്രന്ഥങ്ങളെ ഈ യൂണിറ്റിൽ നമുക്ക് പരിചയപ്പെടാം. അതിന് മുൻപായിട്ട് എന്താണ്, ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പാഠഭാഗം ഏതാണ്? ലക്ഷ്മണ സ്വാന്തനം എന്ന പാഠഭാഗമാണ്. ലക്ഷ്മണ സ്വാന്തനം എഴുതിയിരിക്കുന്നത് ആരാണ്? മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ലക്ഷ്മണ സ്വാന്തനം എന്ന കൃതി എഴുതിയിരിക്കുന്നത്. ഇത് ഏതിൽ നിന്നെടുത്താണ്? അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിൽ നിന്നെടുത്തതാണ് ലക്ഷ്മണ സ്വാന്തനം എന്ന ചെറിയൊരു ഭാഗമാണ് കേട്ടോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിൽ നിന്നെടുത്തതാണ് ലക്ഷ്മണ സ്വാന്തനം. അപ്പം നമ്മൾ ഈ പാഠത്തിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഇത് എഴുതിയിരിക്കുന്ന ആളാരാണ്, അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ ഏതൊക്കെയാണ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കേട്ടോ. അപ്പം അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതിനായിട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആരാണ്? മലയാള ഭാഷയുടെ പിതാവാണ് ഭാഷാകവിയായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹം ജീവിച്ചിരുന്ന നൂറ്റാണ്ട് ഏത് നൂറ്റാണ്ടാണ്? 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കായിട്ടാണ് ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. ഒപ്പം തന്നെ അധ്യാത്മരാമായണം, മഹാഭാരതം എന്നിങ്ങനെ മഹത്തായ ഗ്രന്ഥങ്ങളുടെ സൃഷ്ടാവും കൂടിയാണ് നമ്മുടെ എഴുത്തച്ഛൻ. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് കൃതികളെക്കുറിച്ചും പറയുന്നുണ്ട്. ഹരിനാമ കീർത്തനം, ഭാഗവതം, കിളിപ്പാട്ട്, ചിന്താരത്നം തുടങ്ങി ഒട്ടനവധി മഹത്തായ കൃതികൾ അദ്ദേഹം രചിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ടീച്ചർ വളരെ എളുപ്പത്തിൽ പാഠഭാഗം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ലക്ഷ്മണ സ്വാന്തനം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നും, അയ്യോ ഇത് കുറച്ചധികം ഉണ്ടല്ലോ, എനിക്കിത് മനസ്സിലാവില്ല എന്നുള്ളൊരു ഭയത്തോടു കൂടി ഇതിനെ സമീപിച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായി മാറത്തേ ഉള്ളൂ. അപ്പം നമുക്കത് വളരെ സിമ്പിളായിട്ട് പഠിച്ചു പോകാം. നിങ്ങൾ ഓരോ വരിയും വായിച്ച് നോക്കിയാൽ മതി. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ, തുടങ്ങിയാലോ? ഓക്കെ, ലക്ഷ്മണ സ്വാന്തനം. മക്കളെ, ലക്ഷ്മണ സ്വാന്തനം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ഒരാളെ സാന്ത്വനിപ്പിക്കുന്നുണ്ടല്ലേ. ലക്ഷ്മണനെ ആരോ സാന്ത്വനിപ്പിക്കുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലേ. നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് സാന്ത്വനിപ്പിക്കാറുണ്ട്, സമാധാനിപ്പിക്കാറുണ്ട്. പോട്ടടാ, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാറില്ലേ? അതുപോലെ ഇവിടെ ലക്ഷ്മണനെ ശ്രീരാമൻ, എൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമൻ ആശ്വസിപ്പിക്കുകയാണ്. എന്തിനായിരിക്കും ആശ്വസിപ്പിക്കുന്നത്? അതായത് ദശരഥ മഹാരാജാവിൻ്റെ മക്കളായിരുന്നു ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. ഇതിൽ ഏറ്റവും കൂടുതൽ രാജാവാകാൻ യോഗ്യൻ ആരായിരുന്നു? ശ്രീരാമനായിരുന്നു രാജാവാകാൻ എല്ലാം കൊണ്ടും യോഗ്യൻ. ഇവിടെ എന്തുകൊണ്ടായിരിക്കും ലക്ഷ്മണനെ ശ്രീരാമന് സാന്ത്വനിപ്പിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടായിരിക്കും? എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ, എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രീരാമൻ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കേണ്ടി വന്നത്. എന്തായിരിക്കും മക്കളെ? എന്തായിരിക്കും ശ്രീരാമൻ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ കുപിതനായ ലക്ഷ്മണനെ ശ്രീരാമൻ ആശ്വസിപ്പിക്കുന്നതാണ് പാഠസന്ദർഭം. എന്താണ് നമ്മുടെ ഈ പാഠത്തിൽ മെയിനായിട്ട് പറയുന്നത്? എന്താണ്? ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങി. എന്തോ ഉണ്ടായില്ലേ? ശ്രീരാമനായിരുന്നു രാജാവാകാൻ എല്ലാം കൊണ്ടും യോഗ്യൻ. പക്ഷേ അവിടെ ആരുടെയോ ഒരു ഇടപെടൽ മൂലം ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിപ്പോകുന്നു. ഇതിൽ അനിയനായ ലക്ഷ്മണന് വളരെയധികം കൊടുങ്കാറ്റ് പോലെ അല്ലേ, എന്താ പറയുന്നത്? കൊടുങ്കാറ്റിന് തീ പിടിച്ച പോലെ എന്നാണ് പറയുന്നത്. കൊടുങ്കാറ്റിന് തീ പിടിച്ച പോലെ നമ്മുടെ ലക്ഷ്മണൻ അങ്ങോട്ട് എന്താണ് ഭയങ്കര കോപാകുലനായി തീരുകയാണ്. എന്താണ് ഇവിടെ കാര്യം? ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയതാണ് കാര്യം.
ശ്രീരാമന് രാജാവാകാൻ യോഗ്യനായിരുന്നു. ആര്? രാജാവാകാൻ ശ്രീരാമനായിരുന്നു യോഗ്യൻ. ശ്രീരാമൻ അതാകാൻ കഴിഞ്ഞില്ല. അതിനു പകരം അവിടെ ആരെ രാജാവാക്കപ്പെട്ടു? ഭരതനെ രാജാവാക്കപ്പെട്ടു. അത് മാത്രമല്ല, നമ്മുടെ ശ്രീരാമനെ വനവാസത്തിന് വിധിക്കപ്പെടുകയും ചെയ്തു. സമ്മതിക്കുമോ? ആരെങ്കിലും സമ്മതിക്കുമോ? അല്ലേ? ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമമായത് ശ്രീരാമൻ്റെ അനിയനായ ആർക്കാണ്? ലക്ഷ്മണനാണ്. മക്കളെ, അവരത്രത്തോളം സ്നേഹത്തോടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അത്രയധികം ആത്മബന്ധം ഉള്ളവരായിരുന്നു ശ്രീരാമനും ലക്ഷ്മണനും. അപ്പം ഇതറിഞ്ഞ ലക്ഷ്മണൻ കൊടുങ്കാറ്റിന് തീ പിടിച്ച പോലെ കുപിതനാകുകയായിരുന്നു ചെയ്തത്. അപ്പം അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. കൂടുതലൊന്നും പറയണ്ട, നമുക്ക് പാഠത്തിലേക്ക് കിടക്കുമല്ലേ? ഓക്കെ. അപ്പം ഇവിടെ വരികൾ തന്നിട്ടുണ്ട്. ടീച്ചർ തന്നിരിക്കുന്ന വരികൾ വായിക്കാം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനെടോ നിന്നുള്ളിൽ എപ്പോഴും. എങ്ങനെയാണ്? വളരെ ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരാളാണല്ലേ ലക്ഷ്മണൻ. അവിടെ വളരെ ദേഷ്യം പിടിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ മുന്നിലേക്ക് നമ്മൾ കുറച്ചുകൂടി ദേഷ്യത്തിലാണോ ചെല്ലേണ്ടത്? അല്ല. വളരെ ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരാളുടെ മുന്നിലേക്ക് ഇവിടെ ശ്രീരാമൻ എങ്ങനെയാണ് ചെന്നത്? വളരെ ശാന്തനായി, അല്ലേ? വളരെ ശാന്തനായി സ്നേഹവാത്സല്യത്തോടു കൂടി ചെല്ലുകയാണ്. എന്നിട്ട് എങ്ങനെയാണ് പറയുന്നത്? വത്സ വത്സ സൗമിത്രേ, സൗമിത്രേ എന്ന് വിളിക്കുന്ന സുമിത്രയുടെ പുത്ര. ലക്ഷ്മണൻ്റെ അമ്മേൻ്റെ പേരാണ് സുമിത്ര. സൗമിത്രേ കുമാര, കുമാര അല്ലേ? വളരെ സ്നേഹത്തോടെയാണല്ലേ വിളിക്കുന്നത്. എന്താണ്? നീ കേൾക്കണം, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. നീ എടുത്ത് ചാടി ഈ ദേഷ്യപ്പെട്ട് നിൽക്കുന്നതിന് പകരം, ദേഷ്യപ്പെട്ട് പോകുന്നതിന് പകരം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിന്റെ മനോഭാവം എന്താണെന്ന് ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിന്റെ ഉള്ളിൽ എന്താണ്? എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിനക്കിത് സഹിക്കാൻ കഴിയില്ല എന്ന് ഞാൻ മുൻപേ മനസ്സിലാക്കിയിട്ടുണ്ട്. നിന്റെ ഉള്ളിൽ എപ്പോഴും എന്നോട് എന്തായിരിക്കും എന്ന് എനിക്കറിയാം. വാത്സല്യവും സ്നേഹവും മറ്റാർക്കും ഉള്ളതിനേക്കാളും നിനക്ക് എന്നോട് കൂടുതൽ ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം. അപ്പം അത് മാത്രമല്ല, നിന്നാൽ അസാധ്യമായിട്ട് ഒരു കാര്യമില്ല എന്നറിയാം. കുറച്ച് പൊക്കി പറയുക കേട്ടോ, കാരണം അവൻ അതുപോലെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ശാന്തനാക്കണ്ടേ? ശാന്തനാക്കാൻ വേണ്ടി പറയുകയാണ്. എന്താണ്? എന്നിരുന്നാലും ഇതൊക്കെയാണ് നീ വളരെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കുന്നവനും നിന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നിരുന്നാലും എൻ്റെ വാക്കൊന്ന് നീ കേൾക്കണം. ഞാൻ പറയുന്നത് ഒന്ന് നീ കേൾക്കണം. ആരാ പറയുന്നത്? ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ്. വളരെ കുപിതനായിട്ട് നിൽക്കുന്ന ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുകയാണ്, എൻ്റെ വാക്കുകൾ നീ ഒന്ന് കേൾക്കണം എന്ന്. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമൊന്നാകിലേതൽ പ്രയാസം തവ യുക്തമതല്ലായികൽ എന്തിനാൽ ഫലം. അതായത് എന്താണ് പറയുന്നത്? എന്താണ് മക്കളെ ഇവിടെ പറയുന്നത്? പ്രത്യക്ഷമായി കാണാൻ കഴിയുന്ന ഈ രാജ്യവും ദേഹവും ലോകവും ധാന്യങ്ങളും ധനവും ഒക്കെ സത്യമാണെങ്കിൽ നിന്റെ ഈ ക്രോധം കൊള്ളൽ മനസ്സിലാക്കാം. സത്യമല്ലെങ്കിൽ അതിന് എന്ത് ഫലമാണുള്ളത്? നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ലോകവും ധനവും നമ്മുടെ ഈ ദേഹവും ഒക്കെ സത്യമാണോ? അല്ല. എപ്പോൾ വേണമെങ്കിലും ഇല്ലാതായി തീർന്നേക്കാം, അല്ലേ? എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഈ ശരീരം, നമ്മുടെ ഈ പണം, നമ്മുടെ ഈ ലോകം ഇല്ലാതായി തീർന്നേക്കാം. അതൊന്നും സത്യമല്ല. അതൊന്നും സത്യമല്ലെങ്കിൽ എന്തിനാണ് നീ ഇങ്ങനെ കോപം കൊള്ളുന്നത്? അതിൻ്റെ ആവശ്യം ഇവിടെ എന്താണ് എന്നാണ് നമ്മുടെ ശ്രീരാമൻ ലക്ഷ്മണനോട് വളരെ ശാന്തനായിട്ട് ചോദിക്കുന്നത്. ഇനി അടുത്ത വരികൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ വഗ്നി സന്തപ്ത ലോകസ്താംബു ബിന്ദുനാം സന്നിഭം മർത്യജന്മം ക്ഷണബെങ്കുരം ചക്ഷുശ്രവണ ഗണസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാം പരിഗ്രസ്തമാ ലോഹവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളാണ്. മുൻ വർഷങ്ങളിൽ നമ്മുടെ മോഡൽ എക്സാമിനും SLC എക്സാമിനും ഒക്കെ ചോദിച്ചിട്ടുള്ള വരികളാണ്. മറന്നു പോകരുത്. എന്താണ് ഇവിടെ പറയുന്നത്? അപ്പം നമ്മുടെ ശ്രീരാമൻ പറഞ്ഞു തുടങ്ങിയത് എന്തായിരുന്നു? ഈ ലോകത്ത് കാണുന്ന ഒന്നും സത്യമല്ലെങ്കിൽ
നീ എന്തിനാണ് ഇങ്ങനെ വിറകൊള്ളുന്നത് എന്നാണ് ചോദിച്ചിരുന്നത്. പിന്നെ ശ്രീരാമൻ പറയുകയാണ്, എന്താ പറയുന്നത്? നമ്മുടെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലമാണെന്നാണ്. അതായത് സുഖഭോഗങ്ങളെല്ലാം മിന്നൽ പിണർ പോലെ അസ്ഥിരമാണ്. ഈ സുഖവും എല്ലാ കാര്യങ്ങളും, ഈ സുഖഭോഗങ്ങളെല്ലാം എന്താണ്? എപ്പോൾ വേണമെങ്കിലും ഇല്ലാതായേക്കാം. അതുപോലെ നമ്മുടെ ആയുസ്സും വേഗത്തിൽ നഷ്ടപ്പെടുന്നു അല്ലേ? ഇന്ന് കാണുന്ന നമ്മൾ നാളെ ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ആയുസ് വേഗത്തിൽ നഷ്ടപ്പെടുന്നു എന്ന് നീ ഓർക്കണം. അഗ്നിയാൽ ചുട്ടുപഴുത്തിരിക്കുന്ന ലോഹത്തകിടിൽ വീഴുന്ന വെള്ളത്തുള്ളികൾ പോലെ ക്ഷണഭങ്കുരമാണെന്ത്? നമ്മുടെ ജന്മം എന്ന് പറയുന്നത്. അഗ്നിയിൽ ചുട്ടുപഴുത്ത ഒരു ലോഹകഷ്ണം, അതിലേക്ക് ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ആ നിമിഷം തന്നെ അത് ഇല്ലാതാകും അല്ലേ? അതുപോലെയാണ് മനുഷ്യ ജന്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്ന വരികളാണ് ഏതാണ് മക്കളെ വരികള്? ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. ഇമ്പോർട്ടൻ്റ് ആണ്, അടിവരയിട്ട് വെക്കാൻ മറക്കരുത്. എന്താണ് അവിടെ പറയുന്നത്? പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള ഭക്ഷണം ആഗ്രഹിക്കുന്നത് പോലെ കാലമാകുന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ട മനുഷ്യർ ചഞ്ചലമായ മനസ്സോടെ സുഖഭോഗങ്ങൾ തേടുന്നു. എന്താലേ? പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള ഭക്ഷണത്തിനായിട്ട് ആഗ്രഹിക്കുന്ന പോലെയാണ് മനുഷ്യനും. കാലം എന്ന് പറയുന്ന ഒരു പാമ്പിനോട് ഉപമിച്ചിരിക്കുകയാണ്. കാലത്തെ പാമ്പിനോട് ഉപമിച്ചിരിക്കുകയാണ്. ഇവിടെ കാലമാകുന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്ന എല്ലാവരും അല്ലേ? നമ്മൾ എന്തിനു വേണ്ടിയാണ്? സുഖത്തിന് വേണ്ടി, സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും നമുക്ക് എത്ര കിട്ടിയാലും ഇനിയും വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണല്ലേ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അന്ന് എഴുത്തച്ഛൻ എഴുതിയതാണെന്ന് ഓർക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത വരികൾ എന്താണ്? അടുത്ത വരികളിൽ എന്താണ് പറയുന്നത്? പുത്ര മിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നന്ദ്യമായി ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരുദ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാതി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. എന്തായിരിക്കും പറഞ്ഞിരിക്കുന്ന മക്കളെ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികൾ ഇതിലുണ്ട്. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നന്ദ്യമായി ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ആ വരികളൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, മുൻപ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാ വരികളുടെ അർത്ഥങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങൾ വരച്ചിടാൻ പറയുമ്പോൾ അതൊന്ന് ചെയ്യുക കേട്ടോ. അതായത് നമ്മുടെ മക്കളോടും ബന്ധുക്കളോടും ഭാര്യയോടും മറ്റുള്ളവരോടൊക്കെ കൂടിയുള്ള ജീവിതം വളരെ അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പം എങ്ങനെയാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്? പാന്തർ പെരുവഴി അമ്പലം തന്നിലെ, അതായത് വഴിപോക്കർ വിശ്രമത്തിനായിട്ട് വഴിയമ്പലങ്ങളിൽ ഒത്തുകൂടി പിരിഞ്ഞു പോകുന്നത് പോലെ. പിന്നെങ്ങനെയാണ്? നദിയിലൂടെ ഒലിച്ചു പോകുന്ന തടിക്കഷ്ണങ്ങൾ പോലെയും അല്ലേ? അതവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല, അത് ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെവിടെയെങ്കിലും ആരെങ്കിലും കാണുമ്പോൾ നിൽക്കുന്നുണ്ടോ? ഇല്ല, അത് നദിയിലൂടെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക അല്ലേ? ആ തടിക്കഷ്ണങ്ങൾ അവിടെ നിൽക്കുന്നില്ല. അപ്പം നദിയിലൂടെ ഒലിച്ചു പോകുന്ന തടിക്കഷ്ണങ്ങൾ പോലെ എത്രയും ആകസ്മികവും ചഞ്ചലവുമാണ് കുടുംബ ബന്ധങ്ങൾ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ വേണമെങ്കിലും ഇല്ലാതായേക്കാം അല്ലേ? ഇതൊന്നും എന്താണ് പറയുക? സ്ഥിരമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണഭങ്കുരമാണ് എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. അപ്പം ഐശ്വര്യവും സ്ഥിരമല്ല. നമുക്ക് ഈ ഉണ്ടാകുന്ന ഐശ്വര്യം, നമ്മൾ ഒരുപാട് ധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും ചിലപ്പം അല്ലേ? അപ്പം നമുക്കുണ്ടാകുന്ന ഐശ്വര്യവും സ്ഥിരമല്ല. യൗവനം അല്ലേ? എപ്പോഴും ചെറുപ്പക്കാരായിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ സാധിക്കുമോ? ഇല്ല. യൗവനവും സ്ഥിരമല്ല, എല്ലാ കാലത്തും നിലനിൽക്കുന്നതല്ല. പിന്നെന്താണ്? ഭാര്യാസുഖം. പിന്നെന്താണ്? നമ്മൾ ഭാര്യാസുഖവും സ്ഥിരമല്ല. അല്പായുസാണ്. നമ്മൾ ഇതൊന്നുമില്ല എന്താ പറയുക? അല്പായുസാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് മനുഷ്യ ജീവിതം എന്നാണ് ഇവിടെ കവി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ലക്ഷ്മണ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതങ്ങൾ. ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം ഇതൊക്കെ എന്താ പറയുക? സ്വപ്ന തുല്യമാണ് നമ്മുടെ ജീവിതം എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായോ മക്കളെ? അപ്പം
ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു? വളരെ കുറച്ച് വരികളാണ്, നിങ്ങളിലേക്ക് കുറച്ച് വരികൾ ആയിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഓക്കെ മക്കളെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു? ലക്ഷ്മണ സ്വാന്തനം. ശ്രീരാമൻ ലക്ഷ്മണനെ സ്വാന്തനിപ്പിക്കുകയാണ്. എങ്ങനെയാണ്? വളരെ മൃദുലമായിട്ടല്ലേ, വളരെ ശാന്തനായിട്ടുള്ള ഒരു സമീപനമാണ് അവിടെ ശ്രീരാമൻ കാഴ്ചവെക്കുന്നത് അല്ലേ? ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കാനായിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? ഇന്നീ കാണുന്ന ലോകത്തിലുള്ള ഈ ധനവും ഈ നമ്മൾ കാണുന്ന ഈ ലോകവും ഇതൊന്നും സത്യമല്ലെങ്കിൽ, നമ്മുടെ ദേഹവും ഇതൊന്നും സത്യമല്ലെങ്കിൽ എന്തിനാണ് ലക്ഷ്മണ നീ ഇങ്ങനെ കുപിതനാവുന്നതെന്ന് ചോദിക്കുന്നു. അതിന് ശേഷം പറയുന്നു എന്താണ്? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം എന്ന് പറയുന്ന നമ്മുടെ സുഖങ്ങളും എല്ലാം എന്താണ്? പെട്ടെന്നില്ലാണ്ടായി തീരാവുന്നതാണ്. പാമ്പിൻ്റെ വായിലകപ്പെട്ട തവളേനെ പോലെ കാലമാകുന്ന പാമ്പിൻ്റെ കയ്യിലല്ലേ വായിലകപ്പെട്ടിരിക്കുകയാണ് മനുഷ്യർ. നമ്മൾ ഈ മനുഷ്യർ എന്ന് പറയുകയാണ്. അതിനുശേഷം എന്താണ് പറയുന്നത്? ഇന്നീ കാണുന്ന നമുക്ക് ചുറ്റുമുള്ളവരൊന്നും നമ്മുടെ ഒപ്പം എന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓരോ വരിയും മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഓരോ വരിയും കൃത്യമായിട്ട് വായിച്ചു നോക്കുക. കൃത്യമായിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പം ടീച്ചർ ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് നോക്കിക്കോ, ഓരോ വരീൻ്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരു വിഷമവും ഇല്ല. ഈ പാഠം വളരെ സിമ്പിളാണ്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.